പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിന് അനുഗ്രഹിക്കപ്പെട്ട ലൈവ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഒരാഴ്ചയോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പിന്നെ നിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു നല്ല ജീവിതാനുഭവമായി കടന്നൊരു വാതുക്കോണം അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. അടികളും മറ്റുമായ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്, ആത്മീക ബലത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. സഹായിച്ചപ്പോൾ പ്രാർത്ഥനകൾ കേട്ട് ഒടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. അമേൻ, 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 അമേൻ. ബെഹറിൽ നിന്ന് പ്രിയ സിസ്റ്റർ മോളി അലക്സ് ആണ് ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്റർ ഞങ്ങളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നതിൽ. അമേരിക്കയിൽ നിന്ന് പ്രിയപ്പെട്ട എമോ അച്ചായനാണ് സിസ്റ്ററെ പരിചയപ്പെടുത്തി നൽകിയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം സിസ്റ്റർ ആസാദിയുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും മറ്റ് ചില പ്രയർ റിക്വസ്റ്റുകൾ പറയുകയോ അതുപോലെ തന്നെ മറ്റ് ചിലരുടെ നമ്പറുകൾ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എമ്മോ ജോർജ് കുട്ടിക്കാനാണ് സിസ്റ്റർക്ക് നല്ലൊരു ജീവിതാനുഭവമുണ്ട്, അത് ആസാദിൽ കൊണ്ടുവരണമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞത്. ജോർജ് കുട്ടിക്കാനോടുള്ള നന്ദി ആദ്യം തന്നെ പറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അച്ചാനും ഒക്കെ അവരെല്ലാം ബഹ്റിനിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലേ? ബഹ്റിനിലായിരുന്നോ അതോ? ബഹ്റിൻ തന്നെയായിരുന്നു. ജോർജാനും ഞങ്ങളെല്ലാവരും ബഹ്റിനിൽ തന്നെ ഉണ്ടായിരുന്നു. ഓ ശരി. വർഷങ്ങളായോ ബഹ്റിനിലായിട്ട്? അതെ, 48 വർഷമായി. 48 ഇയേഴ്സായി ബഹ്റിനിലായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. നാട്ടിലെവിടെയാ? നാട്ടിൽ കുടുംബ പശ്ചാത്തലവും? എന്റെ വീട് തൃശ്ശൂർ ആൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരുന്നു. പിന്നെ എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് പത്തനംതിട്ട കടമനട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ശരി. തൃശ്ശൂരിൽ നിന്ന് കടമനട്ടയ്ക്ക് വന്നു, പത്തനംതിട്ട. അതെ. ഓക്കെ. ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറികളെല്ലാം നമുക്ക് കേൾക്കണം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടു. മാതാപിതാക്കളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിലേ. തീർച്ചയായിട്ടും പറയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തെ നന്ദിയോടെ ആദ്യം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഒരു നീതിയാണ്, കർത്താവിന്റെ ഒരു പ്രോമിസും കൂടിയാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കാരണം ഒത്തിരി വാഗ്ദത്ത വചനങ്ങൾ കർത്താവ് തന്നതനുസരിച്ച് ഇന്നിങ്ങനെ ഒരു അവസരം ജോർജ് ചാനലിൽ കൂടെ ആണെങ്കിൽ പോലും അതിനൊരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ ആൽപ്പാറ എന്ന സ്ഥലത്തായിരുന്നു. ഇപ്പം എന്റെ മാതാപിതാക്കളെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരാരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. മൂത്ത ഒരു സഹോദരനുണ്ട്. സഹോദരനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു സഹോദരനാണ് ഉള്ളത്. ആ സഹോദരൻ എറണാകുളത്ത് സെറ്റിൽ ആയിരിക്കുക. എന്റെ പിതാവ് ബഹ്റിനിലുണ്ടായിരുന്നു. അപ്പം എന്റെ പിതാവ് ജോലി ചെയ്ത് ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരുന്ന സമയത്ത് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ, ഞാൻ ചാച്ചൻ വിളിക്കുന്നത്, ചാച്ചന്റെ പിതാവും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇടയ്ക്ക് വരും പോകും, അങ്ങനെയായിരുന്നു. അവധിക്കൊക്കെ വരികയും പോവുകയും ചെയ്യായിരുന്നു. അപ്പം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ഇതായിട്ടാണ് ഞങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് ബഹ്റിനി വെച്ച് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങള് വർഷങ്ങളോളം ഈ ബഹ്റിനിലായിരിക്കാനും പിന്നെ തൃശ്ശൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് ഇത്രയും അകലത്തില് അങ്ങനെ ഒരു വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്റെ പിതാവ് ഈ ബഹ്റിനിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഇവിടെ ആയി. എന്റെ മാതാവ്, എന്റെ സഹോദരന്മാര്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മക്കള്, മോള്, അവളുടെ പേര് സോജോ എന്നാണ്. അവളുടെയും വിവാഹം കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങളുണ്ട്. മകളുടെ ഹസ്ബൻഡിന്റെ പേര് ഫിന്നി എന്നാണ്. ഫിന്നിയുടെ വീട് കൊട്ടാരക്കരയാണ്.
ഫിന്നി പക്ഷെ ബോൺ ആൻഡ് ബോട്ടപ്പ് ഗുജറാത്തിലാണ്. അവർക്ക് മോൾക്ക് 2 കുഞ്ഞുങ്ങളുള്ളത്, ഒന്ന് ആകാശ് ആൻഡ് ദിയ. അവര് മെംഫിസ് എന്ന സ്ഥലത്ത്, അതായത് ടെന്നസി മെംഫിസിലാണ് അവിടെ ആയിരിക്കുന്നു. പിന്നെ മകൻ ഇവിടെ ബഹ്റിനിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. മകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളെയും കൊണ്ട് എറണാകുളത്ത് അവിടെ ആയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഫിന്നി എന്നുള്ള പേര് കുടുംബത്തിലുണ്ട് അല്ലേ? അതെ, ഉണ്ട്. അത് കേട്ടവര് സന്തോഷം. ഗുജറാത്തിൽ എവിടെയാ അവര്? അഹമ്മദാബാദിലാണ്. ശരി, ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പോൾ ജീവിതാനുഭവങ്ങളെല്ലാം പറയാം കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. സിസ്റ്ററിന് തന്നെ തുടക്കം മുതൽ പറയാം, സാവകാശം ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പം ഞങ്ങള് ഈ ബഹ്റിനില് എന്റെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളെല്ലാരും ഇവിടെ ആയിരുന്നു. അങ്ങനെ നല്ലൊരു സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിൽ പോകുമായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം പോയിക്കൊണ്ടിരുന്ന സമയത്താണ് 90s നമ്മുടെ കുവൈറ്റ് വാർ വന്നു കഴിഞ്ഞ ശേഷം ബിസിനസ്സിനെല്ലാം, ഞങ്ങൾ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വലിയ തകർച്ചകൾ വന്നു, വലിയ പ്രശ്നങ്ങൾ വന്നു, കോടിക്കണക്കിന് ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോഴ് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ, ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് എൻ്റെ ഒരു ഫ്രണ്ട്, ആ സഹോദരി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയമായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നെ കണ്ടപ്പം എന്നോട് ചോദിച്ചു, മോളി നിനക്ക് എന്ത് പറ്റി, നീ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, മുഖമൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി പ്രയാസമുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടിൽ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ആയിരുന്നു, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ പ്രോബ്ലത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സഹോദരിയുടെ വായിൽ നിന്ന് നല്ല വാക്കുകളും വചനങ്ങളും ഒക്കെ കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ വചനമാണ് എന്നെ ഇന്നും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വചനത്തിന്റെ ശക്തിയാണ് എനിക്ക് ഇത്രയും ബലവും ആരോഗ്യവും എല്ലാം തന്നിരിക്കുന്നത്. അങ്ങനെ ആ സഹോദരിയുടെ വീട്ടിൽ ഒരു പ്രയർ ഉണ്ടായിരുന്നു. ആ പ്രയറിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് 2 വീട്ടുകാരും ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാ. അപ്പൊ അറിയാമല്ലോ. അപ്പം ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ദൈവവുമായിട്ട്, എനിക്ക് ഈ പ്രാർത്ഥന, ആരാധന, പാട്ട്, ഇതിനകത്തെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടം. എൻ്റെ കൊച്ചിലേ മുതൽ എനിക്ക് പ്രാർത്ഥിക്കുന്നത്, പാട്ട് പാടുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് അപ്പം എൻ്റെ അമ്മയുടെ സഹോദരൻ TPM-ലാ പോയിക്കൊണ്ടിരുന്നത്, ആൽപ്പാറ. അപ്പൊ അങ്ങനെ ആ TPM-ൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു. ഞങ്ങളെ വിടത്തില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് അവിടെ പോവുകയും പ്രാർത്ഥനയ്ക്ക് കൂടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചില വചനങ്ങളുടെ ശകലം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഈ കർത്താവ് ചോദിച്ച പോലെ, വചനത്തിൽ പറയുന്നത് പോലെ, ആരെ ഞാൻ അയക്കേണ്ടു, എനിക്കായി പോകും. ആ ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വളരെയധികം കൊച്ചിലേ മുതലൊരു വേദന ഉളവാക്കുന്നുണ്ട്. എന്തായാലും പിന്നെയും ഈ പഴയ ആ പാരമ്പര്യത്തിൽ കൂടെ അങ്ങനെ പോകുന്നതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ചെയ്തില്ല. പക്ഷെ ദൈവം എന്നെ അന്നേ കണ്ടിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വെച്ച് എന്നെ കണ്ടതുകൊണ്ടാണ് കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം, എനിക്ക് ഈ കർത്താവിനെ വാസ്തവമായി തിരിച്ചറിയുവാനും കർത്താവിന്റെ കൽപ്പനകൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് അനുസരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. ഞങ്ങള് ആ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും അതിന്റെ മധ്യത്തിലും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തി കൊണ്ടുവന്നു. അങ്ങനെ മോള് പഠിക്കാനായിട്ട് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക്, ലയോള യൂണിവേഴ്സിറ്റിയിലാണ് അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അവിടെ പഠിക്കാനായിട്ട് പോയി. അപ്പൊ അത് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ അത്ഭുത കരം തന്നെ അവിടെ പ്രവർത്തിച്ചു എന്നേ പറയാനുള്ളൂ. കാരണം അന്നൊക്കെ ഒത്തിരി പൈസ ഒക്കെ കെട്ടിവെക്കണം, അത് അവിടെ നമ്മുടെ എത്ര ഉണ്ട് അത് കാണിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, മോളെ വിട്ടോളൂ പഠിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ മാറ്റിയിട്ട്
ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങള് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. നെക്സ്റ്റ് ഡേ ആ ആളുടെ പൈസ തിരിച്ചു കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു വലിയ മിറക്കിളൊക്കെ ദൈവം ഞങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അപ്പൊ ഈ സ്നാനപ്പെടുന്നതും ഈ രക്ഷിക്കപ്പെടുന്ന ഇതെല്ലാം ഞങ്ങളെക്കാട്ടും നന്നായിട്ട് അറിയാവുന്നത് ഞങ്ങളുടെ മകൾക്കായിരുന്നു. കാരണം മോൾ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചു. അവളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ബ്രദറൻ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മോളായിരുന്നു എന്റെ മകളുടെ ഫ്രണ്ട്. അപ്പൊ ആ മകള് ഇവര് തമ്മിൽ എപ്പോഴും ദൈവവചനം പറയുകയും ആ മോളെ എന്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുകയും സംസാരിക്കുകയും ഇവര് സ്കൂളിൽ പോകുമ്പോൾ ഗിദെയോൻസിന്റെ ചെറിയ ബൈബിള് ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഓർത്തഡോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ബൈബിള് നമുക്ക് അങ്ങനെ അധികം എപ്പോഴും കൊണ്ടു നടക്കാനുള്ള അനുവാദമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ബാഗൊക്കെ ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ബൈബിള് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ബൈബിൾ എടുത്തതെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, മമ്മ ഞങ്ങള് സ്കൂളിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കും, ബാത്റൂമിന്റെ അവിടെ എല്ലാം പോയിരുന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത്രയും പ്രാർത്ഥിക്കുന്നല്ലേ എന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഞങ്ങള് ഈ ഒരു വലിയ ഇതിൽ കൂടെ പ്രയാസത്തിൽ കൂടെ വന്നപ്പോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ച് ഞങ്ങള് ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പം മോളാണ് ആദ്യം അതിനകത്ത് രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും എന്നുള്ള ആ ഒരു കാര്യം പറയുകയും ഞങ്ങള് അതിനുവേണ്ടി ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പം ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം മുതലേ പെട്ടെന്ന് പിന്നെ അധികം ആരോടും ഒന്നും ചോദിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് നടക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് എന്നോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് കർത്താവ് ഓരോ ആലോചന തരുന്നത്. ആ വചനമാണ് എന്നെ ബലത്തോടെ നിർത്തിയിരിക്കുന്നതും ഓരോ ദിവസവും വഴി നടത്തുന്നതും കർത്താവിന്റെ വചനം ഒന്ന് മാത്രമാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അതിനുവേണ്ടി ഞങ്ങള് തീരുമാനമെടുത്തു. ഞങ്ങള് സ്നാനപ്പെടുവാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങള് ഇവിടെ ബഹറിനിലെ AG സഭയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങള് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ PM ജോയ് പാസ്റ്ററാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയതും ഞങ്ങളുടെ ആത്മീയ മുന്നേറ്റത്തിന് ഇത്രത്തോളം ഞങ്ങളെ കൈത്താങ്ങൽ തന്ന് സഭയിലുള്ള അനേകര്, പ്രത്യേകിച്ച് ജോർജാനൊക്കെ ഉണ്ട് അതിനകത്ത്, ഞങ്ങൾക്ക് കൈത്താങ്ങൽ തന്ന് ഇത്രത്തോളം കൊണ്ടുവന്നതും എല്ലാവരുടെയും ദൈവകൃപയും എല്ലാം കൊണ്ട് മാത്രമാണ്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും ദൈവ വചനപ്രകാരം നോക്കുമ്പോൾ നമ്മുടെ വീടോ അമ്മയപ്പന്മാരോ ആരെ എന്ത് പ്രയാസം ഉണ്ടായാലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ദൈവകൃപ ദൈവം തന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പൊ 30 വർഷമായിട്ട് ഞങ്ങള് ബഹ്റിനില് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അങ്ങനെ മോളുടെ വിവാഹവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോന്റെ വിവാഹം കഴിഞ്ഞു. മോന്റെ പേര് ടോജോ, മോന്റെ വൈഫിന്റെ പേര് താര എന്നാണ്. താര നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ്. ഇപ്പൊ എറണാകുളത്തായിരിക്കുന്നു. നല്ല യൂട്യൂബിലൊക്കെ ചില പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞ് 6ാം മാസത്തിലാണ് അവള് ജനിച്ചത്. അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകള് വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങള് ജീവനോടെ കൊണ്ടു പോകണ്ട, ഇത് ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞങ്ങളുടെ മോനോടും ഞങ്ങളോടും ഒക്കെ പറഞ്ഞപ്പം ഞങ്ങളുടെ മോനും മോന്റെ വൈഫും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുഞ്ഞിനെ നോക്കിക്കോളാം, വളർത്തിക്കോളാം എന്നുള്ള ആ ഒരു തീരുമാനം. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് കുഞ്ഞ് 15 വയസ്സിലോട്ട് കയറി ഇന്ന് മിടുക്കിയായിട്ടിരിക്കുന്നു. അല്പസ്വല്പം ചെറിയൊരു പ്രയാസമേ ഉള്ളെങ്കിൽ പോലും അവള് നല്ല മിടുക്കിയായിട്ട്, നല്ല കുഞ്ഞായിട്ട്, നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല കുഞ്ഞായിട്ടിരിക്കുന്നു. അതിനുശേഷം 2.5 വയസ്സുള്ള ഒരു മകനും കൂടെ ഉണ്ട് ഇപ്പം. അങ്ങനെ അവര് എറണാകുളത്തായിരിക്കുന്നു. സിസ്റ്റർ, ഇതാണ് കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഒരു പശ്ചാത്തലം അല്ലേ? അതെ അതെ. മറ്റു ജീവിതാനുഭവങ്ങളും പറയാം കേട്ടോ. ജീവിതത്തില് കർത്താവിനെ രുചിച്ചറിഞ്ഞ ജീവിതാനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉള്ളതൊക്കെ പറയാം. അങ്ങനെ ബിസിനസ്സിൽ കൂടെയുള്ള ആ പ്രശ്നങ്ങളിൽ കൂടെ ദൈവം ഞങ്ങളെ ഭയങ്കരമായിട്ട് വഴി നടത്തി. ദൈവത്തിന്റെ ആലോചന തന്ന് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തിയത്.
പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി ഒന്ന് മാത്രമാണ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങൾ മരിക്കണം എന്ന് ഞാൻ വിചാരിച്ച സ്ഥാനത്ത്, ശരിക്കും മരണം മുന്നിൽ കണ്ട് ഞാൻ മരിക്കണം എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോയ സ്ഥാനത്താണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ടൊക്കെ നോക്കിയപ്പം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി. അതൊരു ബിസിനസ് തകർച്ചയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ മനസ്സിൽ വന്നോ? പ്രയാസങ്ങൾ കൂടി, ബാധ്യതകൾ കൂടി, ഇവിടെ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. അന്ന് കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്, എന്നാൽ പോലും നമുക്ക് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ കർത്താവിന്റെ ശബ്ദമാണ് പിന്നെ വീണ്ടും മുന്നോട്ട് ബലത്തോടെ നീങ്ങാൻ തക്കവണ്ണം ആ വലിയവനായ ദൈവം കരം പിടിച്ച് നടത്തിയെന്ന് മാത്രമേ പറയാനുള്ളൂ. വീഴ്ചകൾ താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന്റെ മധ്യത്തിലെല്ലാം കർത്താവിന്റെ വലിയ കൃപ എന്ന് മാത്രം പറയാനുള്ളൂ നടത്തിയത്. അതിനിടയ്ക്ക് ഞങ്ങൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ജാസൻ 2 ദിവസം മിസ്സിംഗ് ആയിരുന്നു ഈ ബഹ്റിനില്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല എവിടെ പോയി എന്തുവാന്നൊന്നും അറിയത്തില്ല. ഞങ്ങളെല്ലാരും ഇവിടെ എല്ലാം തിരക്കി, ഇവിടെ ഒന്നും കാണാനില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി, സീ സൈഡിലെല്ലാം തിരക്കി, പിന്നെ ഞങ്ങൾ പോയി എയർപോർട്ടിലെല്ലാം പോയി തിരക്കി. അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ആ 2-ാം ദിവസം രാത്രിയായപ്പം ചാച്ചൻ തന്നെത്താനെ വീട്ടിലോട്ട് കയറി വന്നു. അപ്പൊ ഞങ്ങളെല്ലാം വളരെ ഇതായിട്ട് എന്തു പറ്റി, എവിടെയായിരുന്നു, എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എനിക്കും ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമില്ലായിരുന്നു. കാരണം അതുപോലെ വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നുപോയ സമയങ്ങളായിരുന്നു ആ സമയം. അപ്പൊ ആ പ്രതിസന്ധിയില് കർത്താവ് തന്നെ സൈഡിൽ പോയി നിൽക്കുമ്പോഴാണ് അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ആരോ വന്നിട്ട് പറഞ്ഞു, മകനെ നീ തിരിച്ച് ഭവനത്തിലേക്ക് പോ, ഇവിടെ നിൽക്കണ്ട, നീ പോ തിരിച്ച് എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ടോണ്ടാണ് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാണ് ഈ വിവരങ്ങളെല്ലാം പറയുന്നതും എല്ലാം. ഹസ്ബൻഡ് 13 എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിരുന്നു ഈ ബഹ്റിനിൽ തന്നെ. ഒത്തിരി 2 സൂപ്പർ മാർക്കറ്റ്, ഈ ബഹ്റിനിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ഷാജന്റേതായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഒത്തിരി സൂപ്പർ മാർക്കറ്റുകളും എല്ലാം വന്നത്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ബാധ്യതയിൽ നിന്ന് ഇത്രയും പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നത്. പിന്നെ പക്ഷെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണം, ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ മരണത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും വിടുവിച്ച് കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ടെന്നും കർത്താവിന് വേണ്ടി വേല ചെയ്യേണ്ടവരാണെന്നും കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു കർത്താവിന്റെ ആ ഒരു വലിയ പ്രോമിസ് നമുക്ക് മേലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മടങ്ങി തിരിച്ച്. ആ സമയത്ത് പക്ഷേ സ്നാനപ്പെട്ടിട്ടില്ല അല്ലേ? അന്ന് സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പൊ ഈ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചാച്ചൻ എന്തോ ചെയ്ത് ആ സീ സൈഡിൽ നിന്ന് നേരെ ഞാൻ അപ്പൊ ഇവിടെ വെച്ച് ഒരു തേഴ്സ്ഡേ പ്രേയറിന് എപ്പോഴും പോകുമായിരുന്നു. തേഴ്സ്ഡേ പ്രേയർ എന്ന് പറഞ്ഞാൽ അവിടെ പാട്ടും ആരാധനയും ഒക്കെ ആണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷം ഒക്കെ ആയിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കും എന്തോ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ മക്കളെ വളർത്തല്, ഹസ്ബൻഡ് അങ്ങനെ എപ്പോഴും നേരത്തെ ഒന്നും വരത്തില്ല, അങ്ങനെ താമസം ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിൽ കയറി വരുന്നു. അങ്ങനെയുള്ള ബന്ധത്തിലായപ്പോഴും എനിക്കും ആകെ മാനസികമായിട്ട് ഞാനും തളർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാച്ചനെ ഞാനപ്പോ എപ്പോഴും ഈ തേഴ്സ്ഡേ പ്രേയറിൽ പോകാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. തേഴ്സ്ഡേ ഞാൻ മക്കളെയും കൊണ്ട് അങ്ങ് പോകുമായിരുന്നു, കൊച്ചുങ്ങളവര്. അന്ന് അങ്ങനെ തിരിച്ച് ഭവനത്തിലേക്കൊക്കെ വരും, ചിലപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വരും, അല്ലെങ്കിൽ ഞാൻ ആരുടെയും കൂടെ വരും, അല്ലെങ്കിൽ ഞാൻ നടന്നു വന്ന സമയങ്ങളുണ്ട്. അതൊക്കെ അന്നത്തെ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, അങ്ങനെ ആയിപ്പോയി. അത് വർഷങ്ങൾക്ക് 30 വർഷം മുമ്പത്തെ കഥയാണല്ലോ. അപ്പം അന്ന് സീ സൈഡിൽ നിൽക്കുമ്പം ഹസ്ബൻഡിന് തോന്നി, ഓക്കെ ഞാൻ എന്നാ മോളിയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ ചർച്ചിലൊന്ന് പോയി നോക്കാം. എനിക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടുന്നില്ല, എനിക്ക് വളരെ എന്തോ ഒരു റിലീഫ് വേണം, ദൈവത്തിൽ നിന്നുള്ള ഒരു ആശ്വാസം വേണം എന്ന് തോന്നിയപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സംസാരിക്കാനോ അവരോട് ഇടപെടാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന വഴി നേരെ പോയത്
ഇവിടെയുള്ള ഓർത്തഡോക്സ് പള്ളിയിലോട്ടാ പോയത്. കാരണം ഞങ്ങൾ പോകുന്ന പള്ളിയിൽ. അപ്പൊ ഈ വ്യാഴാഴ്ചത്തെ പ്രെയർ ആരുടേതായിരുന്നു? വ്യാഴാഴ്ച സിസ്റ്റർ ഒക്കെ പോയിക്കൊണ്ടിരുന്ന പ്രെയർ മർത്തോമ പ്രെയർ ആയിരുന്നത്. അതെ അതെ, മർത്തോമക്കാര് കൂടുന്ന. പക്ഷെ അവിടെ യാക്കോബക്കാരും എല്ലാരും അവിടെ കൂടുമായിരുന്നു. ഇങ്ങനെ തേഴ്സ്ഡേ, വെള്ളിയാഴ്ചയാണല്ലോ ഇവിടെ അവധി കിട്ടുന്ന ദിവസം. അപ്പൊ തേഴ്സ്ഡേ ഞങ്ങൾ അവിടെ പോകുമായിരുന്നു. ഹസ്ബൻഡ് അന്ന് നേരെ സീസൈഡിൽ നിന്ന് പോയത് പള്ളിയിലോട്ടാ പോയത്, ഓർത്തഡോക്സ് പള്ളിയിലോട്ടാ പോയത്. അവിടെ ചെന്നപ്പം എന്നും സന്ധ്യാനമസ്കാരമുള്ള ആ പള്ളി അന്ന് പൂട്ടിയിട്ടേക്കുന്നു. അപ്പം ചെന്ന് മുട്ടി, ആരും വന്നില്ല, അവിടുത്തെ അച്ഛനൊന്നും വന്നില്ല. അപ്പം വിചാരിച്ചു അവിടെ ആരും ഇല്ല എന്നുള്ള അന്നേരം മനസ്സിലായി. നേരെ തിരിച്ചു എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തേഴ്സ്ഡേ പ്രെയറിൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് അവിടെ വന്നപ്പം അവിടെ തേഴ്സ്ഡേ പ്രെയർ അല്ല അവിടെ ചെന്ന ഒരു തമിഴ് കോൺഗ്രേഷൻ ആയിരുന്നു. അപ്പൊ അവിടെ അല്ല, അവിടെ 2-3 ചർച്ചസ് അടുത്തടുത്തുണ്ട്. അപ്പൊ അവിടെയും അല്ലായിരുന്നു. പിന്നെ അടുത്ത ചർച്ചാണ് ഞങ്ങൾ പോകുന്ന. ആ ചർച്ചിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും കേൾക്കുന്നത് ഒരു ദേവദാസൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സൗദിയിൽ നിന്ന് വന്ന ഒരു ദേവദാസൻ. ആ ദേവദാസൻ ഇങ്ങനെ പറയുന്നു, മുടിയനായ പുത്രന്റെ മടങ്ങി വരവ് പോലെ നീ മടങ്ങി വന്നിരിക്കുക. നീ ഇവിടെ വന്നിരിക്കുക, എന്റെ സന്നിധിയിൽ ഇരിക്കുക. എന്റെ വചനം കേട്ട് നിനക്ക് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിനക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള ആ വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പം ചാച്ചനെ ഒരു സംശയം, ഇത് എന്നോടാണല്ലോ പറയുന്നത്, ഇത് ആരും അറിഞ്ഞിട്ടില്ല, ഇത് എങ്ങനെ ഈ ദൈവദാസൻ അറിഞ്ഞു എന്നൊരു ചിന്ത ഉള്ളിൽ കയറി. അങ്ങനെ ആരും കാണാതെ ഏറ്റവും പുറകില് അവിടെ ആ പ്രസംഗം കഴിയുന്നിടം വരെ മുഴുവനും കേട്ട് അവിടെ അങ്ങ് ഇരുന്നു. അവിടെ ഇരുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അപ്പോ കർത്താവ് തന്നെ പറഞ്ഞു, ഇതൊന്നും സാരമില്ല, നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പോ എന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ സമാധാനിപ്പിച്ചു, സാരമില്ല പോട്ടെ, ഇനിയിപ്പോ എന്തായാലും നമുക്ക് എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ കൂട്ടുകാരിയെ കാണുന്നത്. കൂട്ടുകാരിയാണ് എനിക്ക് ദൈവത്തിന്റെ വചനം എല്ലാം പറഞ്ഞു തന്ന് അവരുടെ വീട്ടിലെ ആരാധനയ്ക്കും, അവരുടെ വീട്ടിൽ നല്ല ആരാധന നടക്കുന്നുണ്ട്, ആ ആരാധനയ്ക്ക് കടന്നുപോയി. ആ ആരാധനയിൽ ഇരിക്കുമ്പോൾ ചാച്ചനൊക്കെ പെന്തിക്കോസുകാരുടെ ആരാധനയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, എനിക്ക് പോകാൻ താല്പര്യമാണ്. കാരണം നമുക്ക് ആശ്വാസം ഒരു മനുഷ്യനിൽ നിന്നല്ല കിട്ടുന്നത്. ഏറ്റവും നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. കിട്ടുന്നത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണെന്നുള്ള ആ ഒരു നല്ല ഉറപ്പും ധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബലമായിട്ട് തന്നെ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പം ഏറ്റവും പുറകിൽ പോയി ഇരുന്നു, മുന്നിലൊന്നും ഇരുന്നില്ല. ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേരെ മുന്നിലായി ഇരിക്കുന്നു. എന്നാലും വേണ്ടില്ല, പുറകിൽ പോയി ഇരുന്നു കഴിഞ്ഞപ്പം അവിടെ അന്നും ഒരു ദേവദാസൻ, ഞങ്ങളുടെ സഭയിലുള്ള ഒരു ദേവദാസൻ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പുള്ളിക്കാരന്റെ പേര് വില്യംസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററായിരുന്നു. ആ പാസ്റ്റർ അന്ന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പാസ്റ്റർ കുറച്ച് ആലോചനയൊക്കെ പറയുന്ന കൂട്ടത്തിലായിരുന്നു. ആ ദേവദാസൻ ചാച്ചൻ ആ ബാക്കിലോട്ട് പോയി ഇരിക്കുന്ന കണ്ടപ്പം തന്നെ ആളുകളുടെ ഇടയിൽ കൂടെ കടന്നു ചെന്ന് ചാച്ചന്റെ തലയിലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, സക്കായിയെ പോലെ നീ മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കാതെ താഴെ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഇടിമുഴക്കം പോലത്തെ ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദത്തോടു കൂടി എല്ലാരും ഞെട്ടി വിറച്ചുപോയി. ചാച്ചനും ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് നമ്മുടെ ഉള്ള അവസ്ഥകളെ തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചറിയുന്നതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ മുന്നേ വന്നിരുന്നു. ഞങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ദേവദാസന്റെ അടുക്കൽ പോയി ഞങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. ഞങ്ങളുടെ മകള് ആണ് ആദ്യം അതിനൊരു തീരുമാനം എടുത്തതും. അവളാണ് അതിനുവേണ്ടി മുന്നമേ. അതുകൊണ്ട് അവളോട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായി. ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ് മോളോട്. പക്ഷെ ദൈവം അവളെ അനുഗ്രഹിച്ചെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ സ്വർണത്തിന്റെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു. എന്താ ചെയ്യും, ഈ ആഭരണം, ഞാൻ വലിയ ആഭരണ പ്രേമി അല്ലെങ്കിൽ പോലും എനിക്ക് ആഭരണത്തോട് അല്പം ഇങ്ങനെ മൊത്തം ഊരിക്കഴിഞ്ഞാൽ ബന്ധുക്കോസുകാരുടെ അതേ ഒരു ഇതിലായി പോകത്തില്ലേ, അപ്പൊ സ്നാനപ്പെട്ട് അങ്ങനെ ഇട്ട് നടക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള്. അപ്പൊ എന്നെ കേൾക്കുന്ന പലരും ഇതിനകത്ത് ഇനി വരുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുക, സ്വർണം എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെ വെച്ച് അഴിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്.
അന്നേരം എന്നോട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ഈ സ്വർണം ഊരുന്നതിനകത്ത് എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, പക്ഷെ കുറച്ച് മതിയെങ്കിൽ തന്നെയും അതിനുള്ളൊരു ദൈവവചനം എനിക്ക് കർത്താവ് തരണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം തന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക, അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളകവുമായിരിക്കും. സ്തോത്രം. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോ ദിവസം വഴി നടത്തുന്നത് അല്ലെ. അപ്പൊ ആ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ച് ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാം ഊരിക്കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നത്, സ്നാനപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പോഴും നോക്കിയപ്പം ഈ ആഭരണം ഇട്ട് കാണുന്നതിനെക്കാട്ടിലും വളരെ ഒരു മുഖത്തിനൊരു ഗ്ലോറി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതാണ് ഞാൻ സ്വർണം പിന്നെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ അതെല്ലാം മാറ്റി കളഞ്ഞു. അതെനിക്ക് വലിയൊരു ദൈവകൃപയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കൊച്ചിലേ മുതൽ കണ്ണെഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും. ഞാൻ ഇവിടെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ റെപ്യൂട്ടഡ് ബാങ്കാണ്, ബഹ്റൈനി സൗദി ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു. കാരണം എനിക്ക് കണ്ണ് ചൊറിയുക, എന്തോ എനിക്കൊരു അസ്വസ്ഥത. കാരണം ചെറുതിലേ മുതലേ എന്റെ അമ്മയായിട്ട് ചെയ്ത് തന്നുകൊണ്ടിരുന്നതാ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായി. എനിക്ക് വളരെ വിഷമം തോന്നി. ഞാനത് ഒത്തിരി വിഷമിച്ച് കരയാനൊക്കെ തുടങ്ങി. കർത്താവെ, എനിക്കിത് ചെയ്യണ്ട, പക്ഷെ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് ദൈവത്തിന്റെ വചനം പിന്നെയും തന്നു. യെഹെസ്കേലിനകത്ത് പറയുന്ന പോലെ കണ്ണിൽ മഷി എഴുതുന്നതും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെയും കുറിച്ചുള്ള വചനം. അതാണ് എന്നെ ഇത്രത്തോളം പിടിച്ചു നിർത്തിയത് കേട്ടോ. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു തന്നതല്ല, ദൈവത്തിന്റെ വചനം, ആ മാറ്റമില്ലാത്ത വചനം ശക്തമായിട്ട് തന്നെ ഇടപെടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ രൂപാന്തരം വന്നു. അങ്ങനെയാണ് ഞാൻ അതും മാറ്റിക്കളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇത് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഓരോ വഴികൾ തുറന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മളെ നടത്തുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഓരോ വഴികൾ തുറന്നു തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിൽ കൂടെ ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. മുഴുവൻ ബാധ്യത തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല, 30 വർഷമായിരുന്നു. പക്ഷെ അതെല്ലാം തീർക്കും, കർത്താവ് ചെയ്തു തരും എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് യോശുവയെ പോലെ ഇന്നും ഉറപ്പും ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. കർത്താവ് അത് വലിയവ ചെയ്യും. എന്നാൽ ജീവിതത്തിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്റെ ജീവിതത്തിലും അനുഗ്രഹം എന്ന് പറയുന്നത് ഈ TPM-ലുള്ള എന്റെ അമ്മാച്ചൻ എന്ന് പറയുന്ന അവരുടെ മക്കളെല്ലാം ചിലപ്പം പാസ്റ്ററും ആന്റിയൊക്കെ അറിയുമായിരിക്കും. ഇപ്പോഴത്തെ TPM-ലെ പാസ്റ്റർ, അവരുടെ വലിയ പാസ്റ്റർ MT തോമസ് എന്ന് പറയും. ആ MT തോമസ് എന്ന് പറയുന്നത് അവരുടെ ചർച്ചിലെ വലിയ പാസ്റ്ററാണ്. ആ പാസ്റ്ററാണ് ഇപ്പം അവരുടെ സെക്കൻഡ് പാസ്റ്ററാന്ന് തോന്നുന്നു TPM-ല്. അപ്പൊ ആ ദേവദാസനൊക്കെ ഇവിടെ TPM-ലൊക്കെ വരാറുണ്ട്. ഞങ്ങള് വരുന്ന സമയത്ത് കാണുകയും ഒത്തിരി ആശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ സഭയിലുള്ളവര് ഞങ്ങളുടെ ദേവദാസിന്റെ വൈഫ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്നാലും PM ജോയ് പാസ്റ്ററിന്റെ വൈഫും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും സഭയിലുള്ളവരെല്ലാം ഒത്തിരി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം നിലനിൽക്കാനായിട്ട് ദൈവം സഹായിച്ചത്. അങ്ങനെ ഈ സഭയോടുള്ള ബന്ധത്തില് 30 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ ഒന്ന് മാത്രമാണ് അങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചത്, പിന്നെ പഠിപ്പിക്കാൻ സാധിച്ചത്. കൂടാതെ ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഞാൻ ഡിപ്ലോമ ഇൻ തിയോളജി അത് പഠിക്കാൻ ദൈവം സഹായിച്ചു. പിന്നെ ബാച്ചിലർ ഓഫ് തിയോളജി അതും കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു. അതിന്റെ കൂട്ടത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ കൗൺസിലിംഗ് അതൊരു വർഷത്തെ കോഴ്സും, അതും ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. ഇത്രയും പ്രായമായി വലിയ എന്റെ മിടുക്കോ കഴിവുകൊണ്ടോ ഒന്നും അല്ല, പക്ഷെ ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ
വലിയ ഒരു മുൻകുറിയായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ വീണ്ടും അടുത്തൊരു കോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം വെറുതെ വീട്ടിലിരിക്കണ്ട, നമുക്ക് കിട്ടുന്ന അവസരങ്ങള് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി തീർന്ന ദൈവം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ദൈവത്തിന് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വേറെ ഒന്നുമില്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാലും ഈ പഠിക്കുക എന്നുള്ളത് വലിയ ഓർമ്മയോ കഴിവോ ശക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ദൈവവചനവുമായിട്ട് ഇരിക്കാനും അതിന്റെ അസൈൻമെന്റുകൾ എഴുതാനും അതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ അതെല്ലാം നോക്കാന് അനേക ബുക്കുകൾ റെഫർ ചെയ്യാന് അങ്ങനെയുള്ള കാര്യങ്ങൾ, അനേക ബുക്കുകൾ വാങ്ങിക്കാൻ, അതെല്ലാം വാങ്ങിച്ചു വെച്ച് നോക്കാൻ, ചിലപ്പോ ഒന്നും വായിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല, ചിലപ്പോൾ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, ചിലപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ തോന്നും. എന്നാലും ഈ ദൈവവചനവുമായിട്ട് അല്പസമയം 2 മണിക്കൂർ അങ്ങനെ മാറ്റി വെച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നത്തേതിൽ നമുക്ക് ഭയങ്കര എനർജിയാണ്, ഭയങ്കര വിടുതലാണ്, ഭയങ്കര ആശ്വാസമായി. ഏത് വിഷയത്തിന്മേലും എനിക്കിപ്പോ ഏത് വിഷയം എന്റെ മുന്നേ കടന്നു വന്നാലും ഞാൻ ഒരിക്കലും ഭാരപ്പെടുത്തില്ല. എനിക്കറിയാം എന്റെ കർത്താവ് അറിയാതെ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും എന്റെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. അങ്ങനെ എന്റെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്നത് എനിക്ക് ആ ഒരു ധൈര്യം, വചനത്തിന്റെ ധൈര്യമാണ് എനിക്കുള്ളത്. എന്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സമയത്ത് ക്യാൻസർ ആയിരുന്നു എന്റെ അമ്മച്ചിക്ക്. അപ്പം ഞാൻ അമ്മയുടെ കൂടെ കുറച്ചുനാൾ നിന്നെങ്കിലും എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒത്തിരി കൂടുതലായി അമ്മ മരിക്കും എന്നുള്ളത് എനിക്ക് കർത്താവെ ഇനി എത്ര നാൾ ഇങ്ങനെ ഇത് രോഗം സൗഖ്യമാകത്തില്ലയോ എന്നിങ്ങനെ വിചാരിച്ച സ്ഥാനത്ത് അന്നും ദൈവത്തിന്റെ ആത്മാവാണ് വചനം കൊണ്ട് എന്നെ ബലപ്പെടുത്തിയത്. അതും ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു: എന്റെ ശ്വാസം ക്ഷയിച്ചു, എന്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. കർത്താവ് ആ വചനം തന്നപ്പോ എനിക്കറിയാം എന്റെ അമ്മ ഇനി അധികം ജീവിച്ചിരിക്കത്തില്ല എന്ന്. അതുപോലെ തന്നെ ആ സെയിം ഡേ തന്നെ എന്റെ അമ്മച്ചി മരിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അതുപോലെ എന്റെ മൂത്ത സഹോദരനാണെങ്കിലും സഹോദരനെ കാണാനായിട്ട് ഞാൻ നാട്ടിലോട്ട് പോയതാണ്. പക്ഷെ നാട്ടിലോട്ട് ഞാൻ ചെന്നു സഹോദരനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കാണാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറ്റപ്പെടുവാൻ തക്കതായി. അപ്പോഴും ഞാൻ ചോദിച്ചു, കർത്താവ്, ഞാൻ എന്റെ സഹോദരനെ കാണാനാണ് പോയത്, എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അന്നും എനിക്കൊരു വചനം തന്നു. ഈ വചനം ഭയങ്കര ആശ്വാസം. വചനം നമ്മൾക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ആ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്ന 20 തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് വെറുതെ എഴുതി വച്ചിരിക്കുന്ന അല്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കണിടയായി. അത് ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ ആദ്യ വചനമാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത് അത്രേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കർത്താവിനോട് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമായി. ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും ആശ്വാസവും വചനങ്ങളും പാട്ടുകളും തന്ന് ബലപ്പെടുത്തി. അങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിച്ചത്. എന്റെ പിതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിതാവ് ഇടയ്ക്ക് ഇങ്ങനെ ബഹറിലേക്ക് വിസിറ്റിങ്ങിന് വരാറുണ്ട്. കാരണം എന്റെ സഹോദരൻ ഇവിടെ ഉള്ളത് കൊണ്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്തും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ എമിഗ്രേഷനിൽ വന്ന് അവിടുന്ന് ഇറങ്ങി, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അവിടോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് താഴെ വീണു. അതും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇവിടെ വെച്ച് അങ്ങനെ ഒരു മരണവും കൂടെ ഉണ്ടായി പിതാവിന്. അങ്ങനെ ആ പിതാവിന്റെ ബോഡിയുമായിട്ട് ഞാനും ചാച്ചനും കൂടെയാണ് നാട്ടില് അത് കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മനസ്സിന് വേദന ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ വചനം അതിനേക്കാൾ വലിയ ആശ്വാസം തരുന്നത് ആയതുകൊണ്ട് അതിൽ തന്നെ ബലത്തോടെ നിൽക്കാൻ തക്കവണ്ണം ഇത്രത്തോളം യഹോവ സഹായിച്ചു. മകളുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് വെക്കേഷനൊക്കെ പോകാറുണ്ട്. ഞാൻ മിക്കവാറും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ കുറച്ചിങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുക, പഠിക്കാനുണ്ട്. എന്നാലും പഠിക്കുന്നതുകൊണ്ട്, വചനം പഠിക്കുന്നത് കൊണ്ടും ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തത് കൊണ്ടൊക്കെ ദൈവത്തിന്റെ ഒരു കൃപ മാത്രം കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല
ഈ പ്രായത്തിലൊക്കെ ഇത്രയും പഠിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ ഓർക്കുന്ന എന്റെ പാസ്പോർട്ട് ഒരു സമയത്ത് ഒരു 15 വർഷം മുമ്പാന്ന് തോന്നുന്നു എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു സമയമുണ്ട്. ആ നഷ്ടപ്പെട്ട് നാട്ടിൽ ചെന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എന്റെ പാസ്പോർട്ട് ഞാൻ എല്ലാം ട്രോളി ബാഗിൽ വെച്ചതാ, പക്ഷെ കാണാനില്ല സാധനം. ഇത് എവിടെ പോയി എന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പം ഈ ടിക്കറ്റ് എല്ലാം ഒന്നും കൂടെ അതിന്റെ ടൈം ഒക്കെ നോക്കാന്നും കണ്ടു പോയത്. അപ്പൊ ഉണ്ട് ഇത് കാണാനില്ല. ഇത് എവിടെ പോയി എന്ന് എനിക്കും അറിയത്തില്ല. ഞാനിപ്പോ വല്ലാതെ പാനിക്കായി അവിടെ വെച്ച്. കാരണം വെളുപ്പിനെ 4 മണിക്കാ ഫ്ലൈറ്റ്. 12 മണിക്ക് ഞാൻ പെട്ടിയിലകത്ത് നോക്കുമ്പോ സാധനം കാണാനില്ല. ഇതെവിടെ പോയി എന്ന് ഒരു പിടിയില്ല. വളരെ വിഷമിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്നാ ചെയ്യേണ്ട എന്താന്നൊന്നും അറിയത്തില്ല. അന്നും ഇതുപോലെ 2 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് എവിടെ പോയി, എങ്ങനെ പോയി, എന്താന്ന് എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. കാരണം അതിന്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ എറണാകുളത്ത് പോയി ട്രെയിനിനാണ് മടങ്ങി വന്നത്. ഞാൻ അവര് ID ചോദിച്ചപ്പം പാസ്പോർട്ട് എടുത്ത് കാണിച്ചതാണ്. പിന്നെ അത് എവിടെ പോയി എന്താന്നൊന്നും ഒരു വിവരവും ഇല്ല. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പിന്നെ ഒരു വചനം തന്നു. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന വാക്യം. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ അപ്പോഴും വിചാരിച്ചു, ഞാൻ അവിടെ അന്ന് തന്നെ എഴുതിയിട്ടു മിസ്സിംഗ് പാസ്പോർട്ട്. അപ്പൊ ദൈവം തന്ന വചനമായത്. അപ്പൊ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എങ്ങനെ എത്തിക്കാൻ, എനിക്ക് അതിനുള്ള കഴിവോ യാതൊന്നും ഇല്ല. എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയപ്പം ഞാൻ വിചാരിക്കുക ചിലപ്പോ ഇതായിരിക്കണം, ഇതിൽ കൂടെ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനെല്ലാം മാനവും മഹത്വം അർപ്പിക്കുക. കാരണം നമ്മൾ വെറുതെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നതാണെങ്കിലും ദൈവം ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു വലിയ മുന്നോടി ഒരു എക്സാമ്പിൾ അല്ലെ ഒരു ഇതാണ് ഈ കാണുന്നത്. കാരണം ഈ വചനം ഒന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല. വായിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വായിച്ചു കഴിഞ്ഞപ്പോ ശരിയാണല്ലോ, ചിലപ്പോ ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ ഞാൻ എങ്ങനെ ഭൂമിയുടെ അറ്റത്ത് എത്താനാ? എനിക്ക് പ്രീച്ചിങ് കഴിവോ അങ്ങനെയൊന്നും ഇല്ലല്ലോ കർത്താപ്പച്ച. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഏത് വിധത്തിലാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ദൈവം എടുത്തുപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം ഉപയോഗിക്കും. നമ്മുടെ സമർപ്പണമാണ്. നമ്മൾ ഏത് വിധത്തിലായിരിക്കുന്നു. എന്റെ ജനം ആരും എന്നെ അറിയുന്നില്ല. കൊക്കും മീവൽപക്ഷിയും കുറുപ്രാവും ഇതെല്ലാം എന്നെ അറിയുന്നുണ്ട്. പക്ഷെ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നാം പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെ കുറിച്ച് കർത്താവിന്റെ സന്ദേശം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ നടത്തും പുലർത്തും എന്നുള്ള ആ നല്ല വചനം, ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കും എന്നുള്ളത് വചനത്തിന്റെ ശക്തിയിൽ കൂടെ മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ പിന്നീട് ഞങ്ങള് അതിനുശേഷം ഒത്തിരി യാത്രകൾ ചെയ്തു. പുതിയ പാസ്പോർട്ടിന് വേണ്ടി നിന്നു. ഒരു 4-5 മാസം നാട്ടിൽ നിൽക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ അതിന്റെ ആ സമയത്തൊക്കെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ കർത്താവ് അവസരം തന്നു. നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനിലെ എന്തുവാ പാസ്റ്ററിന്റെ പേര്, പോൾ മാത്യു പാസ്റ്ററിനെ അറിയാമോ? തോമസ് മാത്യു ഉദയപൂർ പാസ്റ്ററുടെ മകൻ. തോമസ് മാത്യു ഉദയപൂർ. പോൾ മാത്യു പാസ്റ്റർ എന്റെ കസിനാണ്. പോൾ മാത്യു പാസ്റ്ററിന്റെ അമ്മയാണ് എന്റെ അമ്മച്ചിയുടെ, അവര് ചേട്ടത്തി അനിയത്തിയും ബന്ധമുള്ളതാണ്. പക്ഷെ എനിക്കിതൊന്നും അത്രയും ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവരിങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. ചെറുപ്പത്തിലൊക്കെ അമ്മച്ചിയെ വന്ന് അമ്മമ്മയെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കടമനട്ടയുള്ള വീട് ഞങ്ങള് ഒരു പാസ്റ്ററും കുടുംബവും അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഞങ്ങള് കൊടുത്തേക്കുമായിരുന്നു. ആ പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ ജോസ് വർഗീസ് എന്നാണ്. വൈഫ് ഷൈനി. അവർക്ക് 4 പെൺകുഞ്ഞുങ്ങളാണ്. അവര് 7 വർഷക്കാലം അവിടെ നിന്ന് ആ കടമനട്ട ദേശത്ത് മുഴുവനും കർത്താവിന്റെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളും അവധിക്ക് കടന്നു പോകും.
അവിടെ ഞങ്ങൾ കൺവെൻഷൻ ഒരു 4 പ്രാവശ്യം കൺവെൻഷൻ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ വെച്ച് അങ്ങനെ ആ ദേശത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾ എന്താണെന്നും എല്ലാവരെയും അറിയിക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചിട്ടുണ്ട്. ഈ പോൾ മാത്യു പാസ്റ്ററിന്റെ അടുത്തോട്ട് ജോസ് പാസ്റ്റർ അവിടെയാണ് ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്. ജോസ് പാസ്റ്റർ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ കുടുംബമായിട്ട് ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കടമറ്റ ദേശത്ത് ഒരു ചർച്ചിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ വേറെ സ്ഥലവും അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ കുറെ നാൾ അതിനൊക്കെ ഉപയോഗിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അവിടെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവത്തിന്റെ സമയമാവുമ്പോൾ കർത്താവ് അവിടെ വലിയവ ചെയ്യും എന്നുള്ള വലിയ ഉറപ്പും ധൈര്യവും ഉണ്ട്. ഞങ്ങൾക്ക് കടമനട്ട ഒരു ചർച്ച് വേണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്. ഞങ്ങളിപ്പോ അവധിക്ക് ചെല്ലുമ്പോൾ കടന്നു പോകുന്ന മുണ്ടോട്ടയ്ക്കൽ AG ചർച്ച് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങളെ ദൈവം ഇത്രത്തോളം നടത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ സഭയിൽ നിന്നും ഞങ്ങളുടെ ദേവദാസന്മാരും പിന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ട് ഈ വചനം പഠിക്കാനും അല്പമായിട്ടൊക്കെ മെസ്സേജുകൾ പറയാനും അതിനൊക്കെ എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചാച്ചനും, അതായത് എന്റെ ഹസ്ബൻഡും ചാച്ചനും എന്റെ 2 മക്കളും അവരുടെ കുടുംബവുമാണ്. ഭയങ്കര സപ്പോർട്ടാ അവര്. മക്കള് ഭയങ്കര സപ്പോർട്ടാണ്. മമ്മ എന്തിനാ ഇനി വിഷമിക്കുന്നത്, മമ്മ പോ, മമ്മ ചെയ്യേ, മമ്മ നോർത്ത് ഇന്ത്യയിൽ പോ. അങ്ങനെ ഞങ്ങള് പല പ്രാവശ്യം ഞാനിപ്പം പഠിച്ച ബൈബിൾ കോളേജില് അവര് ഞങ്ങളുടെ ബൈബിൾ കോളേജ് മിറക്കിൾ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ അവിടെയാണ് ഞാൻ ആദ്യത്തെ 3 വർഷം പഠിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പൽ ഓസ്ട്രേലിയയിലെ പാസ്റ്റർ റോഷൻ പാസ്റ്റർ ആണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആയിട്ടിരുന്നത്. ആ പാസ്റ്റർ എല്ലാം കൂടെ വന്ന് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രിപ്പ് ഒരു വർഷം മുമ്പ് ഞങ്ങളെല്ലാം കൂടെ പോയിരുന്നു. അങ്ങനെയൊക്കെ പോകാൻ ഒത്തിരി പല പ്രാവശ്യം പോകാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നുണ്ട്, ഇനിയും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ എൻ്റെ ഒരു കസിൻ തന്നെയാണ് പാസ്റ്റർ ലിജുവും വൈഫും. അവര് അവിടുത്തെ അവിടുത്തെ ഭാഷ ബൈബിള് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോയി ഞങ്ങളൊരു വലിയ കൂട്ടമായിട്ടാണ് പോയത്. ഒരു 10-25 പേര് കൂടി ഞങ്ങൾ അവരുടെ അവിടെ ചെന്ന് ഛത്തീസ്ഗഡില് പോയി അവരുടെ കൂടെ നടന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഗാവുകളിലെല്ലാം പോയി അവരെല്ലാം കാണുവാനും അവിടെ ചെന്ന് ചില ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ തക്കൊണ്ടിടയായിത്തീർന്നു. അവിടെയുള്ള ചില കുഞ്ഞുങ്ങളും വലിയ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അവരൊക്കെ ഇങ്ങനെ തലമുടിയൊന്നും കട്ട് ചെയ്യാതൊക്കെ ഇരുന്ന് അങ്ങനെ വല്ലാതെ ഇന്ന് അവർക്കൊക്കെ വസ്ത്രം കൊടുത്ത് അവരുടെ തലമുടിയൊക്കെ കട്ട് ചെയ്ത് അവരെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ ഉള്ള സേവനം ചെയ്യാനായിട്ട് വലിയവനായി ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒരു വലിയ ദൈവസന്നിധി വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും കടന്നു പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ വീണ്ടും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദൈവം ഭൂമിയുടെ അറ്റത്തോളം വിവിധ രീതിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി യാത്രകളുണ്ട് അല്ലേ? ഇനി യാത്രകളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല അനുഭവങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം. ബിസിനസ്സിലുണ്ടാകുന്ന ഒരു തകർച്ച, അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വരെ നടന്നതിൽ നിന്ന് അല്പം കൂടെ കർത്താവിനോട് അടുത്ത് നടക്കാൻ പറ്റി. ഇപ്പം ഞാൻ സിസ്റ്ററുടെ ആ ഒരു ജീവിതത്തിലെ ആ വിശ്വാസ ജീവിതത്തിലെ ആ പടികൾ, ആ പ്രോസസ്സ് ശ്രദ്ധിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നു ഹസ്ബൻഡിന്റെ കുടുംബമൊക്കെ വളരെ ശക്തമായ ഒരു പശ്ചാത്തലം, ആ ഒരു പശ്ചാത്തലം. എന്നാൽ മാർത്തോമക്കാരുടെ ഒരു പ്രയറിന് പോകുന്നു, അതിനുശേഷം ഒരു പെന്റിക്കോസ്റ്റൽ പ്രയറിലേക്ക് പോകുന്നു. ഇതൊരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ് കാണുന്നത്. അതായത് ജീവിതം കൂടുതൽ 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 നവീകരിക്കപ്പെടുക. കർത്താവ് എപ്പോഴും അവൈലബിൾ ബെസ്റ്റിനെ ഉപയോഗിക്കും. അവൈലബിൾ ബെസ്റ്റ്. അപ്പോൾ കർത്താവിന് ഇപ്പോൾ ഒരാളിനെ വിടുവിക്കണം, അതിനൊരു ടൂൾ ആവശ്യമാണ്. അപ്പോൾ ആ ടൂള് കർത്താവിന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ചിലരൊക്കെ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കത്തോലിക്ക കരസ്മാറ്റിക് മീറ്റിങ്ങിന് പോയാണ് ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് ആ സമയത്ത് ഈ വ്യക്തിയെ രക്ഷിക്കാൻ കർത്താവിൻ്റെ അവൈലബിൾ ബെസ്റ്റ് ആയിരുന്നത്. അപ്പം പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു മാർത്തോമക്കാരുടെ പ്രയർ ഉള്ളപ്പോൾ കർത്താവ് അതിനെ ഉപയോഗിച്ചു. കാരണം മാർത്തോമ കൂടുതൽ നവീകരിക്കപ്പെട്ട അനുഭവങ്ങളാണ്.
അതിൽ കൂടുതൽ ഇവാഞ്ചലിക്കക്കാരെ ഉപയോഗിച്ചു. കാരണം കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ കൂടുതൽ ക്രൈസ്റ്റ് ലൈക്നെസ്സിൽ വരണം എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ഏതെങ്കിലും ഒരു പള്ളി, ഒരു സമുദായത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് ഓരോ വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ഇതാണ് ഒരു ചർച്ചിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ദൈവം എന്നെ ഒരു സഭ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ച സഭയിൽ ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചിൻ്റെ അകത്തെ മിഷനാണ് പറയുന്നത് കേട്ടോ. വെളിയിലത്തെ മിഷൻ ഇവാഞ്ചലൈസേഷൻ ആണെങ്കിൽ ഇൻസൈഡ് ചർച്ചിൽ എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതാണ് പൗലോസ് തിമത്തിയോസിനോടൊക്കെ പറയുന്നത്. അത് വചനത്തിൻ്റെ പഠിപ്പീരിലൂടെയാണ്. വചനം നന്നായിട്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവനാകുന്നു. 3 വാക്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 1, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. 2, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മൾ പടിപടിയായി അല്ലെങ്കിൽ അംശമായി ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതിനാണ് നമ്മൾ ഈ ക്രൈസ്റ്റ് ലൈക്നെസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ വ്യക്തിയെയും, ഒരു സഭയ്ക്കകത്തുള്ള എല്ലാ വ്യക്തിയെയും ഒരു ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക്, യേശുവിനെ പോലെ ആക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചർച്ചിൻ്റെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാം. അല്ലെങ്കിൽ പിന്നെ ചിലർ ചോദിക്കും, ഓർത്തഡോക്സുകാർ ദൈവമക്കളല്ലയോ, അവരൊക്കെ കർത്താവിനെ അല്ലയോ സേവിക്കുന്നത്, നിങ്ങൾ സേവിക്കുന്ന അതേ കർത്താവിനെയല്ലയോ ഞങ്ങൾ സേവിക്കുന്നത്? അല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ലക്ഷ്യമെന്താ? ലക്ഷ്യം ഒരു സാധാരണ വിശ്വാസിയായിട്ട് മരിച്ചടക്കപ്പെടുക എന്നുള്ളതല്ല. ലക്ഷ്യം പടിപടിയായി യേശുവിനെ പോലെയാകുക, ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിൽ തികഞ്ഞവനാകുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി കർത്താവിന് ഉപയോഗിക്കാൻ ആരെയാണ് അവൈലബിൾ അവരെ കർത്താവ് ഉപയോഗിക്കും. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നമ്മളെ കൊണ്ടുവന്ന് ഒരു പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വചനത്തോടടുത്ത, വചനമനുസരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ കർത്താവ് ആ ഒരു വഴിയിലൂടെ നടത്തുന്നത്. ഇത് ഒരു നവീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സിസ്റ്ററെ, നിങ്ങളുടെ ബിസിനസ് തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ മാർഗം കിട്ടി. അതിന്റെ അർത്ഥം അടുത്ത ദിവസം തൊട്ട് ബിസിനസ് എല്ലാം തിരിച്ചു വന്നതെന്നല്ല. പിന്നെയും ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അല്ലേ? ഒത്തിരി സ്ട്രഗിൾസ് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഇവിടെ വരെ എത്തിയത്. അതെ. പക്ഷേ അതിന്റെ മറുഭാഗം, ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിറ്റേ ദിവസം ഈ മാജിക് സ്റ്റിക്ക് വെച്ച് തൊടുന്നത് പോലെ, നമ്മൾ ഈ ചില ഇതിനകത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ മാജിക് സ്റ്റിക്ക് വെച്ച് തൊടുമ്പോൾ എല്ലാം വാനിഷ് ആകുന്നു, പിന്നെ അതേണ്ട ബിസിനസ്സൊക്കെ തിരിച്ചെടുത്ത്. അങ്ങനെയൊന്നും അല്ലായിരുന്നു ലൈഫെങ്കിലും. പിന്നെ ജീവിക്കാനുള്ളൊരു ധൈര്യം കിട്ടി, നമുക്ക് തിരിച്ച് ചുവടുകൾ വെക്കുവാൻ, ബൗൺസ് ബാക്ക് ചെയ്യുവാനുള്ളൊരു ബലം, ഒരു ധൈര്യം, ദൈവകൃപ കിട്ടി. അതിനു മുമ്പുണ്ടായിരുന്ന കൂടെ അനേകരെ ധൈര്യപ്പെടുത്താനും അവരോട് ഈ സത്യസുവിശേഷം പറയുവാനും, പലരും നിരാശയിലും പ്രയാസത്തിലൊക്കെ ഇരുന്നവർക്ക് ചെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും പലരെയും സഭയിലേക്ക് കൊണ്ടുവരാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതെ, അതായത് ഒരു അനുഗ്രഹമായി തീർന്നത്. ജീവിക്കാനുള്ള ബലവും ധൈര്യവും കർത്താവ് നൽകി. ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു, ബഹ്റൈനിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് അല്ലേ? എന്തായിരുന്നു പേര് അതിന്റെ? സൂപ്പർ മാർക്കറ്റിന്റെ പേര് വെറൈറ്റി സൂപ്പർ മാർക്കറ്റ്. ബഹ്റൈനിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും അറിയാം. വെറൈറ്റി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചാച്ചന്റെ പേര് അലക്സ് എന്നാണല്ലോ. അതെ. അപ്പൊ അലക്സ് എന്ന് എല്ലാരെയും ചാച്ചനെ വിളിക്കുന്നത് തന്നെ വെറൈറ്റി അലക്സ് എന്നാ വിളിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പിന്നീട് ആ സൂപ്പർ മാർക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോയോ? ഈ പിന്നീടുള്ള ഒരു ഇല്ല, കുറെ കഴിഞ്ഞപ്പോ അതെല്ലാം ക്ലോസ് ഡൗൺ ആയി. പിന്നെ വേറെ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ഡൗൺ ആയി. പിന്നെ ഒത്തിരി വേറെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ പലതും ഉണ്ടായിരുന്നു ഇവിടെ. 13 ഉണ്ടായിരുന്നു. അതെല്ലാം കർത്താവായിട്ട് ഓരോന്ന് എടുത്ത് മാറ്റി. ശരി. പക്ഷെ അനേകർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒത്തിരി പേരെ കൊണ്ടുവരാൻ, റിലേറ്റീവ്സിനെയും അടുത്തുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റി. അവരൊക്കെ വന്നു. പക്ഷെ എല്ലാരും നമുക്കൊരു തകർച്ച വരുമ്പോഴാണല്ലോ ആരും നമ്മുടെ കൂടെ കാണത്തില്ല. ദൈവം അങ്ങനെ ആക്കിയതാ. കാരണം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അവരുടെ ഒപ്പം പോകും. ഇത് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയപ്പം വേറെ ഒരു വഴിയുമില്ല. ഒരു
ചെറിയ തുമ്പെന്ന് പറയുന്ന നമ്മള് എങ്ങനെയെങ്കിലും കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ തന്നെ പിടിച്ച് മുന്നോട്ട് കയറാൻ ദൈവം സഹായിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടായി പോയത്. കാരണം ഞങ്ങളുടെ വിവാഹവും ഇവിടെ വെച്ചാണ് നടന്നത്. ഇവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് എന്റെ ഫാദറും ചാച്ചന്റെ ഫാദറുമാണ്. അവരാണ് ഇവിടെ പള്ളി പണിയെല്ലാം തുടങ്ങി വെച്ചത്. അങ്ങനെയാണ് തൃശ്ശൂരുകാരും കടമനിട്ടക്കാരും തമ്മിൽ കൂട്ടിമുട്ടിയത്. അതെ, ദൈവത്തിന് സ്തോത്രം. എല്ലാം നമ്മുടെ ലൈഫ് എല്ലാം ദൈവം എത്രമാത്രം കോർഡിനേറ്റ് ചെയ്ത് ക്രമീകരിച്ചാ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സിസ്റ്റർക്ക് ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. യു ക്യാൻ പ്രേ ഫോർ അവർ വ്യൂവേഴ്സ്. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ലോകമെങ്ങും നിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ കർത്താവെ അത് തന്നെ ഹല്ലേലൂയ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കണം, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതനും വഴികാട്ടിയുമായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചന തന്ന് നടത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രിയ ഫിനിപ്പാസ്റ്റേയും സാൻഡി ആന്റിയെയും കർത്താവെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും മേൽക്കുമേൽ പ്രബലനായി ദാവീദ് പ്രബലനായി തീർന്നതുപോലെ ഹല്ലേലൂയ അവരുടെ സുവിശേഷീകരണങ്ങളെല്ലാം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ മോളെ സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മുടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഒത്തിരി നന്ദി പറയുന്ന ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് കാണാം. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ സാക്ഷ്യം. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. God bless you all. Have a wonderful time. Thank you for watching. God bless you.